രാവിലെ കണ്ണു തുറന്നതും കാണുന്ന കാഴ്ചയാണ് കണ്ണിനെ നെട്ടിപ്പിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള തക്കാളിത്തോട്ടം. അതിൻ്റെ ആ ഒരു ഡിസൈനിങ് ആണ് വല്ലാതെ എന്നെ അത്ഭുതപ്പെടുത്തിയത്. കമ്പും ചുള്ളികളും ഒക്കെ വെച്ചിട്ട് മേലേക്കാണ് ഇങ്ങനെ ഉയർത്തി കെട്ടിയിട്ടുള്ളത്. കാണാൻ തന്നെ വളരെയധികം രസകരമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ഇങ്ങനത്തെ കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇത്രയും അടുത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ആന്ധ്രാപ്രദേശിലെ അണ്ണമയ ഡിസ്ട്രിക്റ്റിലാണ് മദനപ്പള്ളി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം വരുന്നത്. ഇവിടെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ തക്കാളി മാർക്കറ്റ് ഉള്ളത്. തക്കാളി മാർക്കറ്റിനോടനുബന്ധിച്ച പ്രദേശങ്ങളൊക്കെ തന്നെ തക്കാളി തോട്ടങ്ങൾ കൊണ്ട് വളരെ രസകരമാണ് കാണാൻ എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. തക്സസായി ജില്ലയിൽ നിന്നുമാണ് അണ്ണമയ ഡിസ്ട്രിക്റ്റിലേക്ക് നമ്മൾ വന്നത്. വരുമ്പോൾ ഉണങ്ങിയ ഇതുപോലത്തെ തോട്ടങ്ങളൊക്കെ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വെള്ളക്കുറവ് കാരണമായിരിക്കാം എന്നുള്ള വിലയിരുത്തലോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് വന്നത്. 3-4 ലെയറായിട്ടാണ് കയറുകൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ചെടികൾ വലുതായി വരുന്തോറും അതിലേക്ക് ഇങ്ങനെ പിടിച്ച് കെട്ടിയതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തക്കാളികളൊക്കെ തന്നെ പഴുത്തതായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പറിക്കാൻ സമയമാകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം 7 മണിയോടായിട്ടേ ഉള്ളൂ. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. ഇവിടെ അടുത്തായിട്ടുള്ള ധാബയിലാണ് നമ്മൾ ഇന്നലെ രാത്രി ഉറങ്ങിയത്. ആ ഒരു ധാബയോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ് ഈ തക്കാളിത്തോട്ടം. 3 കമ്പുകൾ ഇങ്ങനെ വെച്ചിട്ടാണ് ഈ ഒരു ലൈൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. മനോഹരമാണ് ഇതിങ്ങനെ കണ്ടു നിൽക്കാൻ. അതുപോലെ തന്നെ ആ സെൻട്രലൊക്കെ ആയിട്ട് ഗ്യാപ്പുകളൊക്കെ തന്നെ വളരെയധികം വൃത്തിയിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ഈ കാണുന്ന ലോറി ധാബയിലാണ് ഇന്നലെ നമ്മൾ കിടന്നുറങ്ങിയിട്ടുള്ളത്. തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ TN വണ്ടികളാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്. ലോറിക്കാരൊക്കെ സൈഡാക്കുന്നത് കൊണ്ട് തന്നെ കുളിക്കാനായിട്ടുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ടാങ്കിൽ നിറയെ വെള്ളമുണ്ട്. ഇതുപോലെ സേഫ്റ്റിയുള്ള പ്രദേശങ്ങളിലാണ് നമ്മൾ പാർക്കിംഗ് ചെയ്യാറ്. ധാബയോട് ചാരിയിട്ടാണ് നമ്മുടെ മാലിക്കിനെ നിർത്തിയിട്ടിട്ടുള്ളത്. അവിടെ ഇങ്ങനെ ഒരു ടോൾ പാസയും കാണാം. മാലിക്കിൻ്റെ പുറമേയുള്ള ഈ സ്റ്റിക്കറുകൾ കൊണ്ടൊക്കെ തന്നെ പല ആളുകളും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഒരു സ്വീകാര്യത നമുക്ക് ലഭിക്കുന്നുണ്ട്. രാവിലെ നല്ല മഞ്ഞായതുകൊണ്ട് തന്നെ ഉള്ളിൽ നിറയെ കോട ഇറങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ഒരു ലോറിക്കകത്താണ് ഇന്നലെ അഫ്താബ് കിടന്നുറങ്ങിയത്. ഇത് ഈ ഒരു ധാബയിലെ ലോറി തന്നെയാണ്. നമ്മുടെ ടെന്റ് വിരിച്ചതിന് ശേഷം അതിനുള്ളിലായിട്ടാണ് കിടന്നത്. ഇതാണ് നേരത്തെ കണ്ട ടോൾ പാസ. ഒരുപാട് വാഹനങ്ങളൊക്കെ തന്നെ പാസിംഗ് ഉള്ള ഏരിയ ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ചുറ്റുപാടും ഇതുപോലെയാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ബിൽഡിങ്ങുകളും കച്ചവട സ്ഥാപനങ്ങളൊക്കെ തന്നെ കുറവാണ്. ആ കാണുന്ന ബിൽഡിങ്ങിന്റെ ഫ്രണ്ട് ഭാഗം കൊള്ളാം. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിങ്ങിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിലേക്ക് വന്നതും ഇതുപോലത്തെ കൃഷിയുടെ ഒരു ഷെഡ് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ ആ ഒരു ഡിസൈനിങ്. ഇനി നമ്മൾ പോകുന്ന പാൽമനീർ എന്ന് പറയുന്ന പ്രദേശം മാങ്ങയ്ക്ക് പേര് കേട്ട സ്ഥലമാണ്. അടുത്ത മാസം, അതായത് 3-ാം മാസം മുതൽ മാങ്ങയുടെ വിളവെടുപ്പ് ഇവിടെ ആരംഭിക്കും എന്നുള്ള ഒരു പ്രത്യേകത നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. കൊള്ളാം. വളരെ മനോഹരമായിട്ടുള്ള ഗ്രാമീണ വ്യവസ്ഥിതിയിലുള്ള ചുറ്റുപാടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെറിയ ഹൈറ്റ് കുറഞ്ഞ മാവിൻ തൈകളാണ് കാണാൻ സാധിക്കുന്നത്. മാവുകളെല്ലാം തന്നെ പൂവിട്ടിങ്ങനെ നിൽക്കുന്നത് കാണാൻ വളരെയധികം രസകരമായിട്ടുണ്ട്. അവിടെ നമുക്കൊരു ചെക്ക് പോസ്റ്റ് കാണാം. എന്തിനാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷേ ആരെയും കാണാനില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അങ്ങനെ നമ്മൾ എത്തി നിൽക്കുന്നത് പൽമനീർ എന്ന് പറയുന്ന പ്രദേശത്തായിട്ടാണ്. ഇവിടെ നിന്നും ചിറ്റൂരിലേക്ക് ഏകദേശം 50 കിലോമീറ്ററേ ദൂരം വരുന്നുള്ളൂ. ചിറ്റൂർ എന്നുള്ളത് ആന്ധ്രാപ്രദേശിലെ ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. നമ്മുടെ നാട്ടിലും ചിറ്റൂർ ഉണ്ട്. അതും ഇവിടുത്തെ ആളുകൾ ഇങ്ങനെ പറയാറുമുണ്ട്. ഒരു ഓട്ടോ ഉണ്ടെങ്കിൽ ജീവിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ സ്ഥിരമായി കണ്ടുവരുന്ന കാഴ്ച. എന്ത് വേണമെങ്കിലും ഓട്ടോയിൽ ഇവർ കയറ്റും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. തക്കാളിയാണ് ഓട്ടോയിൽ ഇങ്ങനെ ചെരിഞ്ഞു വിൽക്കുന്നത്. ഈ ഓട്ടോയിൽ 15 പേരെ കയറ്റും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ചിലപ്പോൾ ഓട്ടക്കുറവ് കാരണമായിരിക്കാം ഇതുപോലത്തെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഇവർ ഏർപ്പെടുന്നത്. പിന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട ജീവിതമാണല്ലോ, അതുകൊണ്ടായിരിക്കാം അതുമായി ബന്ധിപ്പിച്ച് അവർ ഉപയോഗിക്കുന്ന വാഹനങ്ങളെല്ലാം തന്നെ അതിലേക്ക് യോജിപ്പിക്കുന്നത്.